നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ന് ലോക കണ്ട് ചന്ദ്ര ചാപ്റ്റർ 1 കിടിലം പടം നമുക്ക് കൊണ്ട് മലയാളത്തിൽ അടിപൊളി യൂണിവേഴ്സ് പടം എന്ന് തെളിയിച്ചു. LC ഒക്കെ ഒന്നുമല്ല. ഇപ്പം രാജമൗലിയും ലോകേഷൊക്കെ അരുൺ ഡൊമിനിക്കിനെ കണ്ട് പഠിക്കണം. ഞാൻ പറഞ്ഞത് കിടിലം പടം, ഒരു ഇംഗ്ലീഷ് പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ഡൊമിനിക്കറിൻ്റെ മാത്രം ഇതല്ല, അതിൻ്റെ പ്രൊഡ്യൂസറോടാണ് നല്ല രീതിയിൽ കാശ് മുടക്കിയിട്ടുണ്ട്. ഗ്രാഫിക്സ് ഒക്കെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പടം എങ്ങനെയാണോ അത് കണക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കണക്ക് നല്ലോണക്കും ഡിക്ക് കാശ് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര ഭംഗിയായത്. അല്ലാതെ ഡയറക്ടർ മാത്രം ഇതല്ല, നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു പടം ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലൊരു നല്ലോണം കാശ് ഇറക്കിയാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ഗ്രാഫിക്സ് നല്ല പടം ഇറക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ ഒരു പടം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഡിക്ക് നല്ലോണം കാശ് ഇറക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ പൈസ മുടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കിടിലം പടം. ഈ ഡൊമിനിക്കേർ എന്ന് പറഞ്ഞ ആള് ആദ്യത്തെ പടം തരംഗമാണ്. 8 വർഷം മുമ്പ് ടോവിനോ തോമസ് നായനാൻ്റെ ഒരു പടമാണ്. ആ പടം സ്ലോ പടമാണ്, അങ്ങനെ തിയേറ്ററൊന്നും വിജയിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം 8 വർഷത്തിന് ശേഷമാണ് ഡൊമിനിക്കാരുവിൻ്റെ ഒരു പടം ചെയ്യുന്നത്. അത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പോൾ ആ പടം ശരിക്കും ഈ ഒരു പടത്തിന് വേണ്ടി അദ്ദേഹം ശരിക്കും ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. 8 വർഷം ശേഷം ഒരു പടം ചെയ്തപ്പോൾ കിടിലം പടമാക്കണം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിലെ നായിലേക്ക് വരാം. നായിക ലീഡിങ് റോൾ ചെയ്യുന്ന മെയിൻ റോൾ ചെയ്യുന്നത് കല്യാണി പ്രിയദർശൻ്റെ മൈൽ സ്റ്റോൺ പടമാണ്. അതായത് സിനിമാ ജീവിതത്തിൽ ഏറ്റവും ഇനി ഇതിനും വേറെ ചെയ്യൂലെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ചെയ്യാമെങ്കിലും ചെയ്യത്തില്ലേ. പക്ഷെ ഇതുവരെ ചെയ്തതിൽ ഇനി ചെയ്യാൻ പോകുന്നതിൽ വെച്ച് നോക്കി എനിക്ക് തോന്നുന്നത് ടോപ്പ് തന്നെ. അത് മലയാളത്തിൽ നിന്നൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ലേഡി സൂപ്പർ സ്റ്റാർ പറയുന്നത്. കാരണം ഒരു ആമ്പിള്ളേർ ചെയ്യുന്ന പോലത്തെ ഒരു ആക്ഷൻ സീനാണ് ചെയ്തിരിക്കുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ട്, അത് ഹിന്ദിക്കാരായിട്ടൊക്കെ നേപ്പാളിയായിട്ടൊക്കെ നല്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യണമെങ്കിൽ അതൊരു ആമ്പിള്ളേർ ചെയ്യണം ചെയ്യുന്നത്. കല്യാണ പ്രിയദർശന് ബിഗ് സല്യൂട്ട്. കാരണം അത് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച കല്യാണ പ്രിയദർശനെ അഭിനയിച്ച് കുളവാക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ അഭിനയിച്ച് കുളവാക്കിയില്ല. അല്ല, കിഡിലായിട്ട് അഭിനയിച്ച് അവർക്ക് കൊടുത്ത ഭംഗിയായിട്ട് ചെയ്ത്. അവരെ കുറിച്ച് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ നായനായിട്ട് നസ്രീൻ്റെ കൂട്ടുകാരനായിട്ട് ചന്തു, പിന്നെ അരുൺ കുര്യൻ, ഇവരെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്ത്. ആരും ചളിയാക്കിയില്ല, നല്ല ഭംഗിയായിട്ട് ചെയ്ത്. അത്യാവശ്യം നല്ല കോമഡി കൊണ്ട് ഫാമിലിക്കും ചെറുപ്പക്കാർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. കിടിലം പടം ഓണം തൂക്കിയിട്ടുണ്ട്. ബാക്കി 2 പടം തൂക്കിൽ നമുക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. പക്ഷേ ഇത് ഓണം തൂക്കും. കാരണം വെച്ചാൽ ഇത് ഒന്നൊന്നര പടമാണിത്. മലയാളത്തിലുണ്ടൊരു യൂണിവേഴ്സ് ഉണ്ടെന്ന് കാണിച്ചൊരു പടമാണ്. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മോളുള്ള പടം. ജെക്സ് ബിഡിയുടെ BGM ഒക്കെ ഒരു ഐറ്റം സാധനം തന്നെയാണ്. കാമിയറോളൊക്കെ ഒരുപാടുണ്ട്. അത് കാമിയറോളിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാമിയറോളൊക്കെ പൊളിച്ച് ക്ലൈമാക്സിലെ കാമിയറോളൊക്കെ പറഞ്ഞിട്ടില്ല, ഒരു രക്ഷയില്ല. നിങ്ങൾ പടം കണ്ടിട്ട് പടത്തിൻ്റെ പേരെഴുതി കാണിച്ചിട്ട് ആരും എഴുന്നേറ്റ് പോകരുത്. എനിക്കൊരു അപേക്ഷയുണ്ട്. എഴുന്നേറ്റ് പോയാൽ നിങ്ങൾക്ക് ആ കാമിയറോളും ആ സീനും നിങ്ങൾക്ക് മിസ്സാവും. അതാണ് കാണേണ്ടത്, അത് ഹൈലൈറ്റ് സാധനം. അതുകൊണ്ട് അതാരും മിസ്സാക്കരുത്. കിഡിലം പടമാണ്. പിന്നെ ഒരു കാമിയോ സൗണ്ട് ഉണ്ട്. റോളല്ല, ചെറിയൊരു കൈയൊക്കെ ഒരാളെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗണ്ടും വരുന്നുണ്ട്. ആ സൗണ്ട് ആരാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിച്ചു. ആ ഗാംഭീര സൗണ്ട് അത് നിങ്ങൾക്ക് സിനിമ ആണെന്ന് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ സൗണ്ട് കൊണ്ട് പൊളി പടം, എല്ലാം കൊണ്ട് അടിച്ച് തകർത്തിരിക്കാൻ പടം. ഇതൊക്കെ കണ്ട് പഠിക്കണം ലോകേഷൊക്കെ. ഇതാ പടം. 8 വർഷം ശേഷം ആരും തരംഗം ചെയ്ത ആളാണോ ഈ ലോകം എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അമ്മ രീതിയിലെ പണം ചെയ്ത് വെച്ചിരുന്നത്. ഇതിനെല്ലാം നല്ല രീതിയിൽ പൈസ മുടക്കാനുള്ള ഉണ്ടായിട്ടാണ് ഇത്ര നല്ല രീതിയിൽ പണം ചെയ്യാനും പറ്റി. നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഇറക്കി നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. പൈസ മുടക്കിയ ഒരാളിനെയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ഏറ്റവും മുൻപ് പൈസ മുടക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത്. അത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ എന്ന ബ്രാൻഡ് കൊണ്ടാണ് ആൾക്കാർ ഈ ഫസ്റ്റ് ഡേ പടം കാണാൻ കയറി. അതായത് പ്രൊഡക്ഷൻ ദുൽഖറാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പടം കാണാൻ കയറി. അല്ലെ കല്യാണ പ്രിയദർശനോ നസ്രീനോ ആയതുകൊണ്ടല്ല പടം കാണാൻ കയറിയേ. ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല പടമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കയറി. പക്ഷേ കയറി വന്നപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. കാമിയ റോളിൽ അത് കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി. പിന്നെ ഇതിനകത്ത് BGM ഒക്കെ ജെക്സ് ബിയുടെ ഒരു രക്ഷയില്ലാതെ BGM. ഈ പടം മലയാളി ഏറ്റെടുത്തില്ലെങ്കിൽ, ഈ സിനിമ മലയാളിയിൽ 100 കോടി പുല്ല് പോലെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ മലയാളിൽ വേസ്റ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്ര നല്ല യൂണിവേഴ്സ് പടം ഇറങ്ങിയിട്ട് അത് വിജയിപ്പിച്ച് കൊടുത്തില്ല, പിന്നെ മലയാളിൽ വേസ്റ്റാണ്. കണ്ട കൂറപ്പടത്തിനെ കൈയടിച്ച് 100 കോടി അടിക്കുക. പിന്നെ ഇത്ര നല്ലൊരു പടം യൂണിവേഴ്സ് പടം തന്നെ മലയാളത്തിൽ നിന്ന് ഈ ഒരു പടം തന്നിട്ട് വിജയിപ്പിച്ചില്ല, വേസ്റ്റ് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഈ പടത്തെ നെഗറ്റീവ് പറയുന്നവരൊക്കെ അത് കുശുമുണ്ട് അസുഖമുണ്ടെന്ന് പറയുന്നത് ഞാൻ പറയത്തുള്ളൂ. ഈ പടത്തെ നെഗറ്റീവ് പറയത്തുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അത് കണക്ക് സാധനം ചെയ്തിരുന്നു. ഒരു ലാഗില്ല, ഒന്നുമില്ല, സ്പീഡ് പടമാണ്. എന്നാ ഭംഗിയായിട്ട് പടം ചെയ്തിന്. നല്ല കോമഡി ഉണ്ട്, നല്ല ആക്ഷനെ. ബാക്കി കഥ എന്ന് ഞാൻ പറയുന്നത് സ്പോറൊന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിക്കണം. ഓണം തൂക്കി
DQവിൻ്റെ പ്രൊഡക്ഷൻ DQ ഒരു 10 വർഷം കഴിഞ്ഞിട്ടില്ല മലയാള സിനിമ ലോക സിനിമയിൽ വേറെ ലെവലിലേക്ക് എത്തിക്കും. അമ്മാരി ആംബിയൻസ് ഉള്ള പ്രൊഡ്യൂസറാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ലോക. നമ്മളെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പടം വരുന്നത്, മനസ്സിലായോ? ആദ്യമായിട്ട് ഒരു വുമൻ ഇങ്ങനെ ചെയ്യുന്നത്, ഒരു ലേഡി പോലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇനി അതിന് ചെയ്യാൻ പറ്റിയ നടിമാരൻ ഇപ്പം നിലവില്ല, കല്യാണി മാത്രമേ ഉള്ളൂ. അത് കല്യാണി ശരിക്കും എഫർട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. കിടിലം പടം. നിങ്ങൾ ടിക്കറ്റ് എടുത്തു, നമുക്ക് പറയാൻ നിനക്ക് ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്, അപ്പം നിങ്ങൾക്ക് അറിയാം പടം എന്താണ്. വേറെ ലെവൽ പടമാണ്, രോമാഞ്ചിഫിക്കേഷൻ. കിടിലൻ. ഇത് മൈ ഒപ്പീനിയനാണ്, എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ പോയി കാണുക. തരംഗമൊക്കെ ചെയ്ത ആളാണ് ഇത് ചെയ്തെന്ന് പറയത്തില്ല. പിന്നെ അത് വേറൊരു കല്യാണ ചെറുപ്പമുള്ള എനിക്കൊരു കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ സീനെ കണ്ടിട്ടില്ല, നമ്മൾ രോമാഞ്ചിഫിക്കേഷനാണ്. ഒരു ബാഹുവിൽ തോറ്റു പോകും. അതായത് ബാഹുവിലെ സീനൊക്കെ ഒന്നുമല്ല ആ സീൻ കണ്ടതിനെ. അമ്മാരിയുടെ സീനൊക്കെ ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ടൊക്കെ പൈസ മുടക്കിയിട്ടുണ്ട്. ദുൽഖറിന് ബിഗ് സല്യൂട്ട്. അണ്ണാ അടിപൊളി പടം അയക്കാതെ ഇതിനെ. കിടിലം പടം, സൂപ്പർ. താർക്കും എല്ലാം നമ്മുടെ. ഇനി ഞാൻ ഒന്ന് കണ്ട് ഇനി ഒന്നും കാണാൻ പോകുന്നുണ്ട്. എത്ര കണ്ടാലും മതിയാത്തില്ല, ആ രീതിയിലെ പടം ചെയ്ത് വെച്ചിട്ട്.